കാര്യം പ്രധാനമായിട്ട് ചോദിക്കാനുള്ളത്, തിരക്ക് പിടിച്ച ജീവിതമാണ് രാഷ്ട്രീയക്കാരുടേത്. പ്രത്യേകിച്ച് വലിയ സ്ഥാനങ്ങൾ വഹിക്കേണ്ടി വരുമ്പോൾ അത്രയേറെ തിരക്കായിരിക്കും. അപ്പോൾ ഞാൻ നിരീക്ഷിച്ചിടത്തോളം മാധ്യമപ്രവർത്തനത്തിൽ തന്നെ ഏറെക്കാലമായിട്ടുള്ളത് കൊണ്ട് നിരീക്ഷിക്കുമ്പോൾ മിക്കവാറും രാഷ്ട്രീയ പ്രവർത്തകരെല്ലാം തന്നെ വായനയ്ക്ക് ഒരു സമയം കണ്ടെത്താനായിട്ട് പലപ്പോഴും കഴിഞ്ഞെന്ന് വരില്ല. പക്ഷേ അവർ ആ വായനയുടെ സമയം യാത്രകൾക്കൊപ്പമാണ്. അപ്പോൾ വായനയുടെ ഒരു യാത്രയാണോ രാഷ്ട്രീയ ജീവിതത്തിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് ചോദ്യമുണ്ട്. അങ്ങയുടെ വായനാ സമയം എപ്പോഴാണ്? ഞാൻ ഒരുപാട് സ്ഥലത്ത് എന്നോട് ഈ ചോദ്യം ചോദിച്ചിട്ടുള്ളതാണ്, ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. പിന്നെ എനിക്കൊരു വലിയ അനുഭവമുണ്ട്. ഞാൻ പണ്ട് നേരത്തെ തൊട്ട് തന്നെ വായിക്കും, കോളേജിൽ പഠിക്കുമ്പോൾ ഒക്കെ വായിക്കും. അങ്ങനെ ഒരു 18-19 വയസ്സുള്ള സമയത്ത് തേവര കോളേജിൽ പഠിക്കുമ്പോൾ യൂണിയൻ്റെ ഒരു പരിപാടിക്ക് വേണ്ടി വിളിക്കാൻ കൊച്ചിൻ പോർട്ടസ് ചെയർമാനെ കാണാം, TN ജയചന്ദ്രൻ സാർ. പിന്നീട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി VC എല്ലാമായി. അപ്പോൾ അതേ ഭയങ്കര രസകരമായിരുന്നു. അപ്പോൾ ഞങ്ങളോട് ചോദിച്ചു, സിനിമ കാണാറുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ എല്ലാ സിനിമയും കാണാമെന്നു കോളേജ് പഠിക്കുന്ന സമയം. ഞാൻ പേര് പറയില്ല ഇപ്പോൾ. അപ്പോൾ ചോദിച്ചു ഏറ്റവും അവസാനം കണ്ട സിനിമ എന്ന് വെച്ചപ്പോൾ ഒരു സിനിമയുടെ പേര് പറഞ്ഞു. അപ്പോൾ ഞാൻ പെട്ടെന്ന് ചിരിച്ചു. അപ്പോൾ അദ്ദേഹവും ചിരിച്ചു. അപ്പോൾ അദ്ദേഹം എന്നോട് ചോദിച്ചു, എന്താ ചിരിച്ചതെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, സാറെന്താ ചിരിച്ചത്? അല്ല, താൻ ചിരിച്ചത് എന്താണെന്ന് പറയാം. ഞാൻ പറഞ്ഞു, ഞാൻ ആ സിനിമയുടെ പേര് പറഞ്ഞപ്പോൾ ചിരിച്ചത്, ഞാൻ ആ സിനിമ കണ്ടപ്പോൾ ഞാൻ ഇർവിങ് വാലസിൻ്റെ ഓൾമൈറ്റി എന്ന് പറയുന്ന പുസ്തകം ഞാൻ അതിന് 1 വർഷം മുമ്പ് വായിച്ചു. എനിക്കത് കണ്ടപ്പോൾ തോന്നി ഓൾമൈറ്റിയുടെ കഥ മോഷ്ടിച്ച കഥയാണ് ഈ സിനിമ. പേര് പറയില്ല, അതുമായിട്ട് ബന്ധപ്പെട്ടൊരു വിഷമിക്കും. അപ്പോൾ പുള്ളി പറഞ്ഞു, ഞാനും ചിരിച്ചതാണ്. അപ്പോൾ ഞങ്ങൾ നമ്മൾ കുറച്ചുകൂടി അടുപ്പോയി. അപ്പോൾ കുറേ പുസ്തകങ്ങളെക്കുറിച്ച് പറഞ്ഞു. ഞാനപ്പോൾ ഒരു വിദ്യാർത്ഥിയാണ്. ഞാനിങ്ങനെ അത്ഭുതത്തോടു കൂടി, ഞാൻ അത്രയും വലിയ വായനക്കാരനൊന്നുമല്ല. അപ്പം ഞാൻ ചോദിച്ചു, സാർ ഈ തിരക്കിനിടയിൽ ഇപ്പോൾ ഞാൻ എന്നോട് ചോദിച്ച അതേ ചോദ്യം ഞാൻ അന്ന് 19 വയസ്സുള്ളപ്പോൾ അദ്ദേഹത്തോട് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം തന്നൊരു മറുപടിയുണ്ട്. എത്ര പതിറ്റാണ്ടായി എൻ്റെ മനസ്സിലത് ഇങ്ങനെ കിടക്കുക, ഞാനത് മാറ്റിയില്ല ഒരിക്കലും. അദ്ദേഹം എന്നോട് പറഞ്ഞ മറുപടി, ലോകത്തെ ഏറ്റവും കൂടുതൽ തിരക്കുള്ളവരാണ് ഏറ്റവും കൂടുതൽ വായിക്കുന്നത്. ഞാൻ നിങ്ങളോടും പറയുന്നു, എന്നേക്കാൾ 10 ഇരട്ടി തിരക്കുള്ളവർ എന്നേക്കാൾ കൂടുതൽ വായിക്കുന്നു. എനിക്ക് അവരോട് ഭയങ്കര അസൂയാണ്. തിരക്ക് വായനയുമായിട്ടൊരു ബന്ധമില്ല. ടൈം മാനേജ്മെൻറ്റാണ് വായന. നമ്മൾ ഭക്ഷണം കഴിക്കുന്നില്ലേ, കുളിക്കുന്നില്ലേ, രാവിലെ റെഡിയാവുന്നില്ലേ, അതുപോലെ ചിലർ വ്യായാമം നടത്തുന്നില്ലേ, നടക്കാൻ പോകുന്നില്ലേ, എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ ഒരു ദിവസം ചെയ്യുന്നു. നമ്മൾ അതിനു വേണ്ടി, വായനയ്ക്ക് വേണ്ടി കുറച്ച് സമയം നമ്മൾ മാറ്റി വെക്കണം. കാരണം എനിക്കൊരു പുസ്തകം തുറന്നാൽ അറിയാം, 10-25 പേജ് വായിക്കുമ്പോൾ എൻ്റെ സ്പീഡ് മനസ്സിലാക്കും. ഇപ്പം മലയാളമാണെങ്കിൽ ചിലപ്പോൾ 19 പേജൊക്കെ ഞാൻ ഒരു ദിവസം ടാർഗറ്റ് ചെയ്യും. ഇംഗ്ലീഷ് ഫിക്ഷനൊക്കെ ആണെങ്കിൽ 60-65 പേജ് പോകും. ചിലപ്പോൾ ഭയങ്കര ടെക്നിക്കലായിട്ടുള്ള പല പുസ്തകമൊക്കെ ആണെങ്കിൽ, ഇപ്പോൾ AI പറ്റി അതൊക്കെ വായിക്കണമല്ലോ, അല്ലെങ്കിൽ പിള്ളേരെ സംസാരിക്കാൻ പറ്റില്ല. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള സാധനങ്ങളെക്കുറിച്ച് എപ്പോഴും വായിക്കാനുള്ളൊരു ചിന്തയാണ്. അപ്പോൾ ചിലപ്പോൾ അത് ടഫായിരിക്കും, 10-40-50 പേജ്. പക്ഷെ ഒരു പുസ്തകം തുറക്കുമ്പോൾ നമുക്കറിയാം ഇത് എത്ര ദിവസം കൊണ്ട് തീർക്കണം, അത്രയും ദിവസം കൊണ്ട് തീർക്കും. ഇപ്പോൾ ഞാനിന്ന് ഒരുപാട് യാത്ര ചെയ്ത് രാവിലെ 5 മണിക്ക് എഴുന്നേറ്റ്, രാവിലെ 6 മണിക്ക് ഞാൻ ഇവിടെ ഒരു പരിപാടിയിൽ പങ്കെടുത്തതാണ്. പിന്നീട് പറവൂരിൽ പോയി, മൂവാറ്റുപുഴയിൽ പോയി, ഒരുപാട് യാത്ര ചെയ്താണ് വരുന്നത്. ഇന്ന് ഞാൻ രാവിലെ വായിച്ചിട്ടില്ല, പകല് വായിച്ചിട്ടില്ല. വായിക്കാൻ പറ്റിയ യാത്ര ട്രെയിനിലോ പ്ലെയിനിലോ ഒന്നും നടന്നിട്ടില്ല. കാറിലായിരുന്നു, യാത്ര ചെയ്യാൻ പറ്റില്ല നമ്മുടെ നാട്ടിൽ. അപ്പോൾ എനിക്കിന്നൊരു ടാർഗറ്റുണ്ട്, അത് ഞാൻ ചെല്ലുമ്പോൾ ഞാനത് വായിച്ചിട്ട് കിടന്നുപോകും. ഇനി എനിക്ക് വലിയ ക്ഷീണമോ എനിക്ക് വല്ലാതെ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ, ഇന്ന് വായിക്കാൻ പറ്റിയില്ലെങ്കിൽ, ഇന്ന് വായിക്കാൻ വെച്ചിരുന്ന കാര്യം ഞാൻ നാളെ രാവിലെ 4 മണിക്കോ 5 മണിക്കോ എഴുന്നേറ്റ് ഇന്നത്തെ കടന്നു. ഞാനിത് ഇത്രയും വിശദമായിട്ട് പറയുന്നത് ഈ ചെറുപ്പക്കാർ, കുട്ടികളുണ്ടെങ്കിൽ അത് കേൾക്കാൻ വേണ്ടിയിട്ടാണ്. അത് ചിലപ്പോൾ അവരുടെ മനസ്സിലത് ഇൻസ്പയർ ചെയ്യും. അതുകൊണ്ടല്ലാതെ ഞാനൊരു വായനക്കാരനാണ് എന്നെ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടല്ല. അതാണ്. പിന്നെ എനിക്കൊരു 2 ദിവസം വായിക്കാതിരിക്കാൻ പറ്റും മാക്സിമം. 3-ാമത്തെ ദിവസം വായിച്ചതിൻ്റെ ഡിപ്രഷനാണ്. ഞാൻ തന്നെ എൻ്റെ കോൺഫിഡൻസ് പോകും. ഡിപ്രഷൻ എന്ന് വെച്ചാൽ പല അർത്ഥത്തിലുണ്ടല്ലോ ഡിപ്രഷൻ. എൻ്റെ കോൺഫിഡൻസ് പോകും. എനിക്ക് എന്തോ നഷ്ടപ്പെട്ടു എന്നുള്ള ഒരു ഫീലിംഗ് വരും. വായിക്കാൻ പറ്റും എല്ലാവർക്കും. സമയമില്ല എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞില്ല, എന്നേക്കാൾ 10 ഇരട്ടി തിരക്കുള്ളവർ എന്നേക്കാൾ കൂടുതൽ വായിക്കും.